तस्मै श्रीगुरवे नमः। योगेन चित्तस्य पदेन वाचा बलं शरीरस्य च वैद्यकेन योपाकरोक्तं प्रवरं मुनीनां पतञ्जलिं प्राञ्जलिरानतोऽस्मि। ॐ सहनो भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ॐ शान्ति शान्ति शान्ति। श्रुतिस्मृतिपुराणानामालयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करं शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतो वन्दे भगवन्तो पुनः पुनः ईश्वरो गुरुरात्मे मुक्तिभेदविभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तं वन्दे गुरुपरम्पराम्। गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर परब्रह्म श्री श्रीगुरवे ഓം ഗുരുഭ്യോ. കഴിഞ്ഞ കുറച്ചായിട്ട് നമ്മൾ തത്വബോധം എന്ന് പറയുന്ന ഒരു വിഷയമാണ് നമ്മുടെ ജ്ഞാനയജ്ഞത്തിൽ ഉണ്ടായിരുന്നത്. ആ വിഷയം ശരിക്കും കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഗുരുനാഥന ക്ലാസ് നിങ്ങൾക്ക് എടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പാർട്ട് കഴിഞ്ഞ് രണ്ടാമത്തെ പാർട്ട് അടുത്ത ദിവസം അദ്ദേഹം എടുക്കുന്നുണ്ടാവും, അദ്ദേഹത്തിന്റെ സമയത്തിനനുസരിച്ച്. നമ്മൾ പുതിയൊരു ബുക്കിലേക്ക് പ്രവേശിക്കുകയാണ്. പുതിയൊരു ബുക്ക് എന്ന് പറയുമ്പോൾ ഇതാണ്: ആത്മ അനാത്മ വിവേകം. ആത്മ അനാത്മ വിവേകം. ആത്മാവ് എന്താണ്, അനാത്മാവ് എന്താണ് എന്ന് പ്രതിപാദിക്കുന്നതായ ശങ്കരാചാര്യ സ്വാമികളാൽ എഴുതപ്പെട്ടിട്ടുള്ള ഒരു പ്രകരണ ഗ്രന്ഥമാണ് ആത്മ അനാത്മ വിവേകം. ശങ്കരാചാര്യ സ്വാമികൾ എഴുതിയിട്ടുള്ള പ്രകരണ ഗ്രന്ഥം. പ്രകരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേദാന്ത ദർശനത്തിലേക്ക്, അദ്വൈത വേദാന്തത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് അതിൽ പറയുന്ന വിഷയങ്ങളെ മനസ്സിലാക്കുവാൻ സഹായിക്കുന്ന അടിസ്ഥാനപരമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഗ്രന്ഥങ്ങൾ ആണ് ഇവ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഗ്രന്ഥമാണ് നമ്മൾ മുൻപ് പഠിച്ച വിഷയത്തിന്റെ ഒരു തുടർച്ച ഇതിലുണ്ട്. അതിൽ പറഞ്ഞിട്ടുള്ള പ്രതിപാദിച്ചിട്ടുള്ള പല വിഷയങ്ങളും ഇവിടെയും ആവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ വിഷയത്തെ ഒന്നുകൂടി ഓർക്കാനും അതിൽ നിന്ന് വ്യത്യസ്തമായ ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാനും നമുക്ക് ഈ ഗ്രന്ഥം ഉപകരിക്കും എന്നുള്ളതാണ്. ഇവിടെ പ്രധാന വിഷയം തന്നെ അതിന്റെ ഹെഡിങ്ങിൽ തന്നെ പറയുന്നുണ്ട്: ആത്മാവ് എന്താണ്, അനാത്മാവ് എന്താണ്. ആത്മ അനാത്മ വിവേകം. ആത്മാവിനെ കുറിച്ചും അനാത്മാവിനെ കുറിച്ചിട്ടുമുള്ള ചർച്ചയാണ് ഇതിൽ നമുക്ക് കാണുവാൻ വേണ്ടിയിട്ട് കഴിയും. നമുക്ക് നമ്മുടെ നാടിന്റെ ഒരു പൈതൃകത്തെ കുറിച്ചിട്ടൊന്ന് നോക്കുകയാണെങ്കിൽ, ഈ പുസ്തകത്തിലേക്ക് വരുന്നതിന് മുമ്പ് എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ എന്തുകൊണ്ട് രൂപം കൊണ്ടു? ഇതൊരു പ്രധാന ഘടകമാണ്. നമ്മൾ ആലോചിക്കേണ്ട, നമ്മൾ ചിന്തിക്കേണ്ട, അറിയേണ്ട ഒരു ഘടകമാണ്. ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ഒരു കാരണം എന്താണ് എന്ന് ചിന്തിക്കുമ്പോൾ, സുഖാന്വേഷണം, സുഖം അന്വേഷിച്ച് നടന്ന ആൾക്കാരാണ് നമ്മുടെ പൂർവികരും. നമ്മളും അങ്ങനെ തന്നെയാണ്. നമ്മൾ സുഖത്തെ അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ പൂർവികരും അങ്ങനെ തന്നെയായിരുന്നു. സുഖം അന്വേഷിച്ച് അത് ആഗ്രഹിച്ച് നടന്ന ആൾക്കാരാണ്. തന്റെ പ്രവൃത്തികളെല്ലാം തന്നെ സുഖപ്രാപ്തിയെ ലക്ഷ്യമാക്കിയിട്ടുള്ളതായിരുന്നു. അപ്പൊ എന്തൊരു പ്രവൃത്തി ചെയ്താലും അതിന്റെ പിന്നിൽ സുഖം എന്നുള്ള ഒരു ചിന്തയാണ് നമുക്ക് കാണുവാൻ വേണ്ടിയിട്ട് കഴിയും. അതുകൊണ്ട് നമ്മുടെ പൂർവികർ പറഞ്ഞിരിക്കുന്നു: സുഖാർത്ഥ സർവഭൂതാനാം മത സർവ പ്രവർത്തയ. കാണാം, സുഖാർത്ഥ സർവഭൂതാനാം മത സർവപ്രവർത്തയ എന്ന ആചാര്യന്മാർ പറഞ്ഞു. അതിന് വാക്കിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: മനുഷ്യന്റെ സകല പ്രവർത്തികളും എന്താണ്? സുഖപ്രാപ്തിയെ ലക്ഷ്യമാക്കിയുള്ളതാണ്. മനുഷ്യന്റെ സകലമായ പ്രവൃത്തികളും സുഖപ്രാപ്തിയെ ലക്ഷ്യമാക്കിയുള്ളതാണ്. ഇത് നമ്മുടെ പൂർവികർക്ക് അറിയാമായിരുന്നു. അപ്പൊ അവരും എന്താണ്? സുഖം അന്വേഷിച്ച് നടന്ന ആൾക്കാരാണ്. അങ്ങനെ സകല പ്രവൃത്തികളും നോക്കുമ്പോൾ, നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ സകല പ്രവൃത്തികളെയും നമ്മൾ നോക്കുമ്പോൾ ആ പ്രവൃത്തികൾക്ക് എല്ലാം ഉള്ള പ്രേരണ, സകല പ്രവൃത്തികളുടെയും പ്രേരണം എന്താണെന്ന് നോക്കിയാൽ അത് പുണ്യമായാലും കൊള്ളാം, പാപമായാലും കൊള്ളാം. പുണ്യ പ്രവൃത്തി ചെയ്യാനുള്ള പ്രേരണയായാലും പാപ പ്രവൃത്തി ചെയ്യാനുള്ള പ്രേരണയായാലും അത് ലൗകികമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുന്നതിനുള്ള പ്രേരണയായാലും ആത്മീയമായ പ്രവൃത്തികൾ ചെയ്യുന്നതിനുള്ള പ്രേരണയായാലും എല്ലാത്തിൻ്റെയും ആത്യന്തികമായ ലക്ഷ്യം സുഖം എന്നതാണ്. ശരിയല്ലേ?
പുണ്യപ്രവൃത്തി. എന്തിനാ പുണ്യപ്രവൃത്തി? സുഖം ഉണ്ടാവും അല്ലെ? പുണ്യം ചെയ്താൽ എന്ത് കിട്ടും? പുണ്യം കിട്ടും, സുഖം കിട്ടും. പാപം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതും സുഖത്തിന് വേണ്ടിയിട്ടാണ്. തന്റെ സുഖത്തിന് തടസ്സമായിട്ട് വേറൊരാൾ വന്നു കഴിഞ്ഞാൽ ആ തടസ്സം അങ്ങ് നീട്ടിക്കഴിഞ്ഞാൽ തനിക്ക് എന്ത് കിട്ടും? സുഖം കിട്ടും. അപ്പൊ എന്താ ചെയ്തത്? പാപമാണ് ചെയ്തത്. എന്താ? ഒരാളെ ഇല്ലാതാക്കി അല്ലേ? തന്റെ മുമ്പിൽ വരുന്ന ഒരു തടസ്സത്തെ എന്ത് ചെയ്യാണ്? അങ്ങ് നീക്കി. എന്തിനാണ് ആ തടസ്സത്തെ നീക്കിയത്? തന്റെ സുഖത്തിന്. കാരണം തന്റെ സുഖത്തിന് തടസ്സമായിട്ട് ഒരാൾ നിന്നപ്പോ ആ തടസ്സത്തിനെ നീക്കി. പാപകർമ്മമാണ്. എന്തിനാ ആ പാപകർമ്മം ചെയ്തത്? തന്റെ സുഖം നഷ്ടപ്പെടാതിരിക്കാൻ. ലൗകികമായ കാര്യങ്ങൾ ചെയ്യുന്നു. എന്തിനാ? വിവാഹം കഴിക്കുന്നു, കുടുംബമായിട്ട് ജീവിക്കുന്നു, ജോലി ചെയ്യുന്നു. ഒക്കെ എന്തിനു വേണ്ടിയിട്ടാ? സുഖം. അതിന്റെയൊക്കെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? സുഖമാണ്. എന്തിനാണ് ആധ്യാത്മികമായ സാധനങ്ങൾ ചെയ്യുന്നത്? അതിന്റെ ഉദ്ദേശം സുഖം തന്നെയാണ്. ആധ്യാത്മികത, മനസ്സിന്റെ ശാന്തത, സ്വസ്ഥത, സുഖം. അപ്പൊ ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ സകല പ്രവർത്തികളും എന്താണ്? സുഖത്തിലേക്ക് ലീഡ് ചെയ്യുന്നതാണ് എന്ന് നമുക്ക് കാണുവാൻ വേണ്ടിയിട്ട് കഴിയും. നമ്മൾ ഓരോ പ്രവൃത്തിയുടെ ചരിത്രം എടുത്ത് നോക്കും. ഓരോ പ്രവൃത്തിയെയും നമ്മൾ എടുത്തിട്ട് വിശകലനം ചെയ്യുക. നമ്മൾ നോക്കും, ഒരു ഉറുമ്പ് ആഹാരം തേടി പോകുന്നു. ഉറുമ്പ് ആഹാരം തേടി പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ആഹാരം തേടി അലയുന്നത്. അത് നടന്ന് നടന്ന് ആഹാരമുള്ള സ്ഥലത്തേക്ക് യാത്ര ചെയ്യുകയാണല്ലേ? അതിന്റെ മുമ്പിൽ ആരെങ്കിലും ആഹാരം കൊണ്ടുവയ്ക്കുന്നുണ്ടോ? ഇല്ല. എവിടെയാണ് അതിന് ആഹാരം കിട്ടുന്നത് എന്ന് അന്വേഷിച്ചത് അലയുകയാണ് ഇല്ലേ? എന്തിനു വേണ്ടിയിട്ടാ? സുഖം. ഒരു വിദ്യാർത്ഥി എന്തിനു വേണ്ടിയിട്ടാ പഠിക്കുന്നത്? കഷ്ടപ്പെട്ടിട്ട് പഠിക്കുന്നത്. നമ്മൾ തന്നെ കുട്ടികൾക്ക് വീട്ടില് സൂര്യൻ കൊടുക്കാറുണ്ടോ? നമുക്ക് നമ്മുടെ അച്ഛനമ്മമാര് സൂര്യൻ തന്നിട്ടുണ്ടോ? എന്തിന്? പഠിക്കുക, 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 പഠിക്കുക. എന്തിനു പഠിക്കുക? ജോലി. എന്തിന് ജോലി? പണം. എന്തിന് പണം? സുഖമായിട്ട് ജീവിക്കും. മനസ്സിലായി? അപ്പൊ ആ പഠിത്തമായാലും ജോലിയായാലും പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പായാലും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ നമ്മൾ നോക്കുമ്പോൾ എന്താണ്? ആത്യന്തികമായി സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ള ഉപാധിയാണ്, മാർഗമാണ് എന്ന് നമുക്ക് കാണുവാൻ വേണ്ടിയിട്ട്. നമുക്കൊരു വേദനയുണ്ട്. എന്തിനാ വേദന ഒഴിവാക്കണമെന്ന് തോന്നുന്നത്? നമുക്കൊരു ദുഃഖമുണ്ട് അല്ലെങ്കിൽ അസുഖമുണ്ട്. എന്തിനാ അസുഖം വരുമ്പോൾ അതിനെ ഇല്ലാതാക്കണമെന്ന് നമ്മൾ വിചാരിക്കുന്നത്? കാരണം അസുഖം ദുഃഖമാണ്, രോഗം ദുഃഖമാണ്, സുഖം നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ആ ദുഃഖത്തെ നീക്കിയാൽ എന്ത് കിട്ടും? സുഖം കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ കഷ്ടപ്പെട്ട് ഹോസ്പിറ്റലിൽ പോകുന്നതോ അല്ലെങ്കിൽ മുറിവുണ്ടായാൽ ഡ്രസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ദുഃഖകരമായ ഒരു അവസ്ഥയിൽ നിന്ന് മാറാൻ ശ്രമിക്കുന്നതൊക്കെ എന്തുകൊണ്ടാണ്? സുഖം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് നമുക്ക് കാണാൻ. അപ്പൊ ദുഃഖത്തെ ഒഴിവാക്കുന്നത് പോലും എന്തിനാണ് എന്ന് ചോദിച്ചാൽ എന്താ? സുഖത്തെ അനുഭവിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മളല്ല യോഗികളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് യോഗയിലുള്ള ആൾക്കാർ, യോഗ ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ് ഇതിലുള്ള ബഹുഭൂരിപക്ഷം ആൾക്കാർ നമ്മൾ നോക്കും. നമ്മൾ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് വിചാരിച്ചു കഴിഞ്ഞാലോ, നമ്മളെ സംബന്ധിച്ചിടത്തോളം സുഖത്തിന് വേണ്ടിയിട്ട് തന്നെയാണ്. പക്ഷെ നമ്മുടെ സുഖം യോഗികളുടെ കാര്യമാണ് കേട്ടോ, എല്ലാവരുടെ അല്ല. യോഗം എന്ന് പറയുന്ന അവസ്ഥ ആഗ്രഹിക്കുന്ന ആളെ സംബന്ധിച്ച് നോക്കിയാൽ അയാളെ സംബന്ധിച്ച് സുഖമാണ്. പക്ഷെ ഏത് രീതിയിലുള്ള സുഖമാണ്? അയാള് നശ്വരമായ വസ്തുക്കളിൽ നിന്നാണോ അതോ ശാശ്വതമായ വസ്തുവിൽ നിന്നാണോ നമുക്ക് സുഖം കിട്ടുക? അതിൽ ഏതാണ് ശാശ്വതമായ സുഖം? അത് യോഗിയെ സംബന്ധിച്ച് അവന്റെ ചിന്ത അതാണ്. നശ്വരമായ സുഖവുമുണ്ട്, ശാശ്വതമായ സുഖവുമുണ്ട്. അതിൽ നശ്വരമായ സുഖമാണോ ശാശ്വതമായ സുഖമാണോ വേണ്ടത്? ശാശ്വതമായ സുഖമാണ് വേണ്ടതെങ്കിൽ ശാശ്വതമായ സുഖം എവിടെയാണ് ഇരിക്കേണ്ടത്? അത് എവിടെ നിന്നാണ് നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കുക? അങ്ങനെ അത് ബാഹ്യവസ്തുക്കളാണോ അല്ലെങ്കിൽ പിന്നെ അത് എവിടെയാണ് ഇരിക്കുന്നത്? ആ കണ്ടെത്തലാണ് ഇവിടെ യോഗിയുടെ യാത്ര എന്ന് പറയുന്നത്. അങ്ങനെ അവൻ ആ വസ്തുനിഷ്ഠമായതിൽ നിന്ന് ആത്മനിഷ്ഠമായതിനെ കണ്ടെത്തി താൽക്കാലികമായ സുഖത്തിൽ നിന്ന് ശാശ്വതമായ സുഖത്തെ കണ്ടെത്തുന്നു. അതാണ് യോഗത്തിന്റെയും ഉദ്ദേശം. അപ്പൊ യോഗവും എന്താണെന്ന് വെച്ചാൽ സുഖത്തിന്റെ പിന്നാലെയുള്ള യാത്രയാണ്. സുഖം കിട്ടാൻ വേണ്ടിയിട്ടല്ലേ സ്ട്രെസ് വരുന്നു, രോഗം വരുന്നു, ശരീരത്തിന് കൊഴുപ്പ് കൂടുന്നു. ഇങ്ങനെയൊക്കെയല്ലേ? ഇതൊക്കെ ഇല്ലാതാക്കാൻ എന്ത് നമ്മൾ നോക്കുമ്പോൾ ഒരർത്ഥത്തിലല്ലേ മറ്റൊരർത്ഥത്തിൽ നോക്കുമ്പോൾ ഇങ്ങനെ ഭൗതികമായ കാര്യത്തിന് വേണ്ടിയിട്ട് യോഗയെ ആശ്രയിച്ച് ദെൻ യോഗികൾ ആത്മീയമായ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ട് യാത്ര ചെയ്യുന്നു. ആത്മീയമായ പൂർണ്ണത എന്ന് പറയുന്നത് സുഖം തന്നെയാണ് കേട്ടോ. അനന്തമായ നിരതിശയമായ സുഖം, അതാണ് യോഗം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങോട്ടുള്ള യാത്രയാണ് എന്ന് നമുക്ക് കാണാം. ഇനി നമ്മൾ നോക്കാം, നമ്മളൊരു വീട് പണിയുന്നു. എന്തിനാ വീട് പണിയുന്നത്? വെയിലും മഴയും കൊള്ളാതെ സുഖമായി ജീവിക്കാൻ ഇല്ലേ? എന്തിനാ സമ്പാദിക്കുന്നത്? സുഖമായി ജീവിക്കാൻ. എന്തിനാ ധ്യാനിക്കുന്നത്? മനസ്സും ശരീരവും ഒക്കെ സുഖമായി ഇരിക്കുവാൻ വേണ്ടിയിട്ട്.
അപ്പൊ ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ സകല പ്രവർത്തികളും വ്യത്യസ്തമാണ്. എല്ലാ പ്രവൃത്തിയും ഒന്നല്ല. ധ്യാനം എന്ന് പറയുന്ന ഒന്നല്ല, വീടുണ്ടാക്കുന്ന ഒന്നല്ല, ജോലിക്ക് പോകുന്ന ഒന്നല്ല, പഠിക്കുന്ന ഒന്നല്ല. മനസ്സിലാവുന്നുണ്ടോ? ഈ ഉറുമ്പ് ഭക്ഷണം തേടി അലയുന്നത്, ഇതെല്ലാം എന്താണ്? വേറെ 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 പ്രവൃത്തികളാണ്. ഈ പ്രവൃത്തികൾ പലവിധമാണെങ്കിലും ലക്ഷ്യം എന്താണ്? ഈ പലവിധ പ്രവൃത്തികളുടെയും ലക്ഷ്യം എന്താണ്? സുഖം. ഒറ്റ ലക്ഷ്യമാണ്, അല്ലെ? ഫലപ്രദമായ പ്രവൃത്തികളും എന്താണ് ലക്ഷ്യം? എന്താണ് ലക്ഷ്യം? സുഖമാണ് എന്ന് നമുക്ക് കാണാം. അങ്ങനെ പ്രവൃത്തികൾ വ്യത്യസ്തമാണെങ്കിലും നമുക്ക് ലക്ഷ്യം ഒന്നാണ്. അതിനാൽ വിവേകികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചറിഞ്ഞവർ എന്നർത്ഥം. വിവേകി എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചറിഞ്ഞ ഈ നശ്വരമായതിനെ അനശ്വരമായതിനെയും നശ്വരമായതിനെയും അനശ്വരമായതിനെയും തിരിച്ചറിഞ്ഞവരെയാണ് നമ്മൾ വിവേകികൾ എന്ന് പറയുന്നത്. അങ്ങനെ വിവേകികൾ ആയിട്ടുള്ള ആൾക്കാർ എന്താണ്? ശാശ്വതമായ സുഖത്തിന്റെ പിന്നാലെ പോകുന്നു. എന്നാൽ അവിവേകികൾ, വിവേകമില്ലാത്തവരോ നശ്വരമായ സുഖത്തിന്റെ പിന്നാലെ പോകുന്നു. ഇതാണ് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ മുഴുവൻ ജീവജാലങ്ങളെയും നോക്കുമ്പോൾ ഈ രണ്ട് യാത്രയാണ്. വിവേകികൾ അവര് സുഖം അന്വേഷിച്ചു പോകുന്നത് ശാശ്വതമായ സുഖത്തിന്റെ പിന്നാലെയാണ്. എന്നാൽ അവിവേകികളായിട്ടുള്ള ആൾക്കാർ എന്ന് വെച്ചാൽ അജ്ഞാനികളായിട്ടുള്ള സാധാരണക്കാർ എന്താണ്? അവര് നശ്വരമായത് സുഖത്തെ അന്വേഷിച്ചു പോകുന്നു. അപ്പൊ രണ്ടിടത്തും എന്ത് തന്നെയാണ്? ഒന്ന് നശ്വരമായതാണ്, ഒന്ന് അനശ്വരമായതാണ്. രണ്ടും എന്ത് തന്നെയാണ്? സുഖം. അല്ലേ? അപ്പൊ അതിന്റെ പിന്നാലെയാണ് ലോകം യാത്ര ചെയ്യുന്നത് എന്ന് നമുക്ക് കാണുവാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പൊ നമ്മുടെ പൂർവികരായിട്ടുള്ള ആൾക്കാർ ഇതിനെക്കുറിച്ച് ചിന്തിച്ചു. അപ്പൊ പൂർവിക ആൾക്കാരും എന്താണ്, എങ്ങനെയാണ് ഈ സുഖം നേടുക? അവർക്ക് വേണ്ടത് ശാശ്വതമായ സുഖം തന്നെയാണ്. അപ്പൊ ഈ ശാശ്വതമായ സുഖം എങ്ങനെ കിട്ടും എന്നായി അവരുടെ അന്വേഷണം. ആ അന്വേഷണം എന്താണ്? അവര് ആദ്യം എന്താണ് ചെയ്തത്? പ്രകൃതിയെ കീഴടക്കുവാൻ അവർ ആദ്യം ശ്രമിച്ചു. ഈ പ്രകൃതിയെ കീഴടക്കാം. പ്രകൃതിയാണ് എല്ലാം തരുന്നത്. നമുക്കെല്ലാം തരുന്നത് ആരാണ്? പ്രകൃതിയാണ്. ഈ സുഖം നമ്മൾ എവിടെ നിന്ന് അനുഭവിക്കുന്നത്? ഈ പ്രകൃതിയിൽ നിന്നാണ്. അതുകൊണ്ട് പ്രകൃതിയെ ജയിച്ചു കഴിഞ്ഞാൽ എന്താണ്? പിന്നെ സുഖകരമായ ജീവിതം നയിക്കുവാൻ കഴിയും. കാരണം എല്ലാം തരുന്നത് പ്രകൃതി ആയതുകൊണ്ട് ആ പ്രകൃതിയെ ജയിച്ചു കഴിഞ്ഞാൽ സകലമാന സുഖങ്ങളും കിട്ടും എന്ന് ആയി അവരുടെ ചിന്ത. ആദ്യത്തെ ചിന്ത അങ്ങനെയാണ്. അപ്പൊ ആ ഉദ്യമത്തിന്റെ ഫലമായിട്ട് അവരെന്ത് ചെയ്തു? ശാസ്ത്ര കണ്ടുപിടുത്തങ്ങളിലേക്ക് പോയി. അവർ പല പല രീതിയിലുള്ള കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്താൻ തുടങ്ങി. അങ്ങനെയാണ് ചോരശാസ്ത്രം മുതൽ, ശരീരശാസ്ത്രം മുതൽ, മനഃശാസ്ത്രം മുതൽ, കാമശാസ്ത്രവും ജ്യോതിശാസ്ത്രവും വരെ എത്തിയത്. ചോരശാസ്ത്രം മോശം അതും ഒരു ശാസ്ത്രമായിട്ട് തന്നെ എന്ത് ചെയ്ത് ആ കാലത്ത് നോക്കിയിട്ടുണ്ട് എന്നർത്ഥം. പിന്നെയോ ശരീരശാസ്ത്രം, മനഃശാസ്ത്രം, കാമശാസ്ത്രം, ജ്യോതിശാസ്ത്രം, ഈ ശാസ്ത്രങ്ങളെല്ലാം വികസിച്ചത് എന്താണ്? ഇവര് ഈ പ്രകൃതിയെ ജയിച്ച് സുഖത്തെ കണ്ടെത്തുക എന്നുള്ള അവരുടെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്തു വന്നതാണ് ഈ ശാസ്ത്രങ്ങളെല്ലാം എന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും. അതിന്റെ അവരുടെ പരിശ്രമം നമ്മൾ നോക്കൂ. ഇപ്പൊ ജ്യോതിശാസ്ത്രം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തെ അല്ലെങ്കിൽ വിഷയത്തെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ആകാശത്തിലുള്ള അനന്തമായ നക്ഷത്രമണ്ഡലത്തില് എന്താണ്? അവര് നവഗ്രഹങ്ങള്, അതേപോലെ തന്നെ 27 നക്ഷത്രങ്ങൾ, നവഗ്രഹങ്ങൾ 9 ഗ്രഹങ്ങളെയും അതിലെ 27 നക്ഷത്രങ്ങളെയും വേർതിരിച്ചറിഞ്ഞതിന് ശേഷം അവയുടെ ഗതി വിഗതികൾ മനുഷ്യ ജീവിതത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് മനസ്സിലാക്കി എന്താണ് അതിനെ ആ ഗതിവിഗതികൾ മാറ്റം വരുത്തുക. അപ്പൊ ആ ഇതിനുണ്ടാകുന്ന ഈ പിന്നെ പ്ലാനറ്റുകൾക്ക് അഥവാ ഗ്രഹങ്ങൾക്ക് അഥവാ നക്ഷത്രങ്ങൾക്ക് ഉണ്ടാകുന്ന മാറ്റം നമ്മളെ എപ്രകാരമാണോ ബാധിക്കുന്നത് അതിനെ മുൻകൂട്ടി മനസ്സിലാക്കി അതിനെ അതിജീവിച്ച് സുഖം എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് പോവുക. അതാണ് ജ്യോതിശാസ്ത്രം. നിങ്ങൾ നോക്കി എത്രയോ നമുക്ക് കാണാൻ കഴിയാത്ത കോടാനുകോടി മൈല് അകലെ നിൽക്കുന്നതായ ഈ ഗ്രഹങ്ങളെ, അതിലെ നക്ഷത്രങ്ങളെയും അത് ഈ ഭൂമിയിൽ ഉണ്ടാക്കുന്ന മാറ്റത്തെയും കുറിച്ച് പഠിച്ച് ജ്യോതിശാസ്ത്രം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ടാക്കി അത് മനുഷ്യനിലും പ്രകൃതിയിലും വരുത്തുന്ന മാറ്റം എന്താണ് എന്ന് വിശകലനം ചെയ്ത് എന്ത് ചെയ്തു? നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ട് നിന്റെ കാലം നല്ലതാണ്, നിന്റെ കാലം മോശമാണ്, അല്ലെങ്കിൽ നിന്റെ ഗ്രഹം ഇന്നടത്താണ് നിൽക്കുന്നത്, നിന്റെ ഇന്ന അവസ്ഥയാണ്, നിനക്ക് വരാൻ പോകുന്ന ഇന്ന ഇന്ന കാര്യങ്ങളാണ്, അതുകൊണ്ട് നീ എന്ത് വേണം? അതനുസരിച്ചിട്ട് ജീവിച്ചു കൊള്ളണം എന്ന്. ഇത് കറക്റ്റായിട്ടുള്ളൊരു ശാസ്ത്രമാണ് കേട്ടോ, കണക്കാണിത്. കൃത്യമായ ശാസ്ത്രമാണ്. പക്ഷെ അറിയുന്നവൻ പറയണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ അറിയാൻ വയ്യാത്തവന്റെ മുമ്പിൽ കൊണ്ടുപോയി തലവെക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇതൊക്കെ വലിയ കുഴപ്പമായിട്ട് തോന്നുന്നത്. അറിയുന്നവന്റെ മുമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ശാസ്ത്രം കറക്റ്റ്, അവൻ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് സാർ.
അപ്പൊ ഇങ്ങനെ വളരെ കൃത്യമായിട്ട്, അപ്പൊ ഇത്രയും എഫർട്ട് എന്തിനാ അവരെടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തനിക്കുണ്ടാകാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി മനസ്സിലാക്കി അതിനെ അതിജീവിക്കാൻ, അതിനെ ജയിക്കുവാൻ വേണ്ടിയിട്ടുള്ള അവന്റെ കണ്ടുപിടുത്തമായത്. അപ്പൊ എത്ര സുഖത്തിന് വേണ്ടിയിട്ടുള്ള അവരുടെ ശ്രമം എത്രമാത്രം വലുതാണ് എന്ന് നമ്മൾ അറിയണം. അപ്പൊ ഇങ്ങനെ ഭൗതികമായ ഒരുപാട് പരിശ്രമങ്ങൾ അവർ നടത്തിയിട്ട് ഇവർക്ക് സുഖം അങ്ങോട്ട്, ഈ ആത്യന്തികമായിട്ട് ഈ സുഖം, നിത്യസുഖം അവർക്ക് കിട്ടുന്നില്ല. താൽക്കാലിക സുഖങ്ങളാണ് ഉണ്ടാവുന്നത്, പക്ഷെ നിത്യമായ സുഖം അവർക്ക് എത്ര പരിശ്രമിച്ചിട്ടും കിട്ടുന്നില്ല. മനസ്സിന് സമാധാനം ഉണ്ടാവുന്നില്ല. ഈ സമാധാനം തരാൻ ബാഹ്യ വസ്തുക്കൾക്ക് ഈ സമാധാനത്തെ തരാൻ സാധിക്കുന്നില്ല എന്ന് അവർക്ക് മനസ്സിലായി. ഈ ഭൗതികമായ വസ്തുക്കൾക്കൊന്നും ശാശ്വതമായ സുഖത്തെ തരാൻ കഴിയുന്നില്ല എന്നുള്ളതായി അവരുടെ അവസ്ഥ. കാരണം എന്താ, ഇതെല്ലാം വസ്തു തീരുമ്പത്തേ വസ്തുനിഷ്ഠമാണ്. വസ്തുനിഷ്ഠമായതുകൊണ്ട് തന്നെ വസ്തു ഇല്ലാതാകുമ്പോൾ എന്താണ്, ആ സുഖവും ഇല്ലാതെയാകുന്നു. അപ്പൊ അതുകൊണ്ട് എന്തായി, ഇത് പോരാ, നശിക്കാത്ത സുഖം വേണം. ഇത് നശിക്കുന്ന സുഖമാണ്, വസ്തുനിഷ്ഠമാണ്, നശിക്കുന്നതാണ്. അതുകൊണ്ട് നശിക്കാത്ത സുഖം എങ്ങനെ കിട്ടും എന്നായി. അപ്പൊ ഈ ലോകത്തിന് അതീതമായ, പ്രകൃതിക്ക് അതീതമായ ശക്തിയുണ്ടോ? ഈ പ്രകൃതിയെ ഉണ്ടാക്കിയാണ്. ആരാ ഈ പ്രകൃതിയെ ഉണ്ടാക്കിയത്? അങ്ങനെയാണ് ആ പ്രകൃതിയെ ഉണ്ടാക്കിയ ശക്തികൾ ആരാണോ അവരെ അങ്ങ് കീഴ്പ്പെടുത്തുക. അപ്പൊ എന്താ, അവരിലൂടെ ഈ പ്രകൃതിയിലുള്ള സകല സുഖങ്ങളും കിട്ടും, എന്തും കിട്ടും. അങ്ങനെയായി ചിന്ത. ഈ പ്രകൃതി ഉണ്ടാവണമെങ്കിൽ ഈ പ്രകൃതിയെ സൃഷ്ടിച്ച ഒരു ശക്തി ഉണ്ടാവണ്ടേ? ആ ശക്തിയെ അങ്ങ് കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് ഇതിനേക്കാൾ വലിയ സുഖം കിട്ടും. അതായി അടുത്ത ചിന്ത. അപ്പൊ അവരങ്ങനെ അതിലേക്ക്, അങ്ങനെയാണ് സ്വർഗം എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് ഉണ്ടായത്. സ്വർഗലോകം. ഈ പ്രകൃതി ഉണ്ടാക്കിയത് ഈശ്വരന്മാരാണ്. ആ ഈശ്വരന്മാർ വസിക്കുന്ന ലോകം സ്വർഗലോകമാണ്. ആ ലോകത്ത് എന്ന് വെച്ചാൽ ദുഃഖം എന്ന് പറയുന്ന സംഗതിയേ ഇല്ല, സുഖമാണ്. ആവശ്യാനുസരണം സുഖം അനുഭവിക്കാം എന്നായി അവരുടെ ചിന്ത. മനസ്സിലായില്ലേ? അപ്പൊ ഈ പ്രകൃതിയെ ഉണ്ടാക്കിയ ഈശ്വരന്മാരുടെ ലോകത്തേക്ക് എത്തുക, ആ നിലയ്ക്ക് അവരുടെ ചിന്ത വന്നു. അതാണ് സ്വർഗം. ആ സ്വർഗത്തിൽ ജീവിക്കുന്ന ദേവന്മാരുടെ പ്രീതി. അപ്പൊ ഇതിനു വേണ്ടിയിട്ടുള്ള യാഗാദി കർമ്മങ്ങൾ എന്ന് പറയുന്ന തലത്തിലേക്ക് പോയി. അപ്പൊ ആദ്യം പറഞ്ഞത് കർമ്മകാണ്ഡമാണ്. കർമ്മത്തിലൂടെ എങ്ങനെ സുഖം എന്നുള്ളതാണ് ഒന്നാമത്തെ ഭാഗം അവർ ചിന്തിച്ചത്. അപ്പൊ കർമ്മത്തിലൂടെ നമുക്ക് ശാശ്വതമായതിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്ന് മനസ്സിലാക്കി രണ്ടാമത് അവർ ഉപാസനയിലേക്ക് തിരിഞ്ഞു. ഇതാണ് രണ്ടാമത്തെ ഭാഗം. അപ്പൊ അവരെന്തിലേക്ക് തിരിഞ്ഞു? ഉപാസനയിലേക്ക് തിരിഞ്ഞു. അതാണ് ഈ ദേവപ്രീതിയും സ്വർഗ രാജ്യവും ഒക്കെ തമ്മിലുള്ള ചിന്ത. അപ്പൊ അങ്ങനെ അവര് യാഗാദി പുണ്യകർമ്മങ്ങളുടെ ഫലമായി സ്വർഗത്തിൽ പോയി സുഖം അനുഭവിക്കാം എന്ന ചിന്ത വന്നു. അപ്പൊ യാഗാദികൾ കൊണ്ട്, യജ്ഞങ്ങൾ കൊണ്ട് എന്ത് പുണ്യങ്ങൾ നേടാം. ആ പുണ്യങ്ങളുടെ ഫലമായിട്ട്, കർമ്മത്തിനെല്ലാം ഫലമുണ്ടല്ലോ, ആ പുണ്യകർമ്മങ്ങളുടെ ഫലമായിട്ട് എവിടെ എത്താം? സ്വർഗാദി ലോകങ്ങളിൽ പോകാം. അങ്ങനെയായി അവരുടെ ചിന്ത. അപ്പൊ അവരങ്ങനെ അതിനുവേണ്ടി പരിശ്രമിച്ചു, ദേവന്മാരെ പ്രീതിപ്പെടുത്തി, ഈ പ്രകൃതിയെ ജയിച്ച് അവർ അതിനപ്പുറത്തുള്ള ഈശ്വര ലോകത്തേക്ക്, ഈശ്വരന്മാരുടെ ലോകത്തേക്ക് എത്തപ്പെട്ടു. ഈശ്വരന്മാരുടെ ലോകത്ത് എത്തപ്പെട്ട് അവിടെ സുഖമൊക്കെ അനുഭവിച്ച് ഇങ്ങനെ പോയി. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഈ സുഖം അനുഭവിച്ച് തീർന്നു വരിക. ഡെപ്പോസിറ്റ് ഇട്ട പൈസ എടുത്താൽ തിന്നുകൊണ്ടിരിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായി. നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ഇടും, പിന്നെ പണിക്കൊന്നും പോയില്ല. എന്തിനാ ഡെപ്പോസിറ്റ് ഇട്ട്? സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നോക്കിയപ്പോൾ 1 കോടി രൂപ ഇപ്പൊ ബാങ്കിലുണ്ട്. ഇനി എന്തിനാ ഈ പണിക്ക് പോകുന്നത്? കാരണം 1 കോടി രൂപ ഇത് തീർന്നിട്ട് ഇനി അടുത്ത പണി എടുത്താൽ പോരെ. അപ്പൊ അവൻ എന്ത് ചെയ്തു? വീട്ടിലിരുന്ന് തിന്നാൻ തുടങ്ങി. വീട്ടിലിരുന്ന് തിന്ന് എന്തായി? ഈ പണം എന്ത് ചെയ്തു? അത് കുറഞ്ഞു വരാൻ തുടങ്ങി. അവസാനമായപ്പോൾ ബാങ്ക് എന്തായി? അക്കൗണ്ട് എന്തായി? കാലിയായി. എന്നിട്ട് വീണ്ടും നമ്മൾ ബാങ്കിൽ നിന്ന് പോയിട്ട് പൈസ എടുക്കാൻ ശ്രമിച്ചാൽ നടക്കുവോ? ഇല്ല. അപ്പൊ പിന്നെ എന്ത് വേണം? വീണ്ടും ജോലി ചെയ്യണം. വീണ്ടും ജോലി ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഡെപ്പോസിറ്റ് ചെയ്യണം. എന്നാലേ വെറുതെ ഇരുന്ന് തിന്നാൻ പറ്റൂ. ശരിയല്ലേ? ഇന്ന് പറഞ്ഞതുപോലെ ഇവര് പുണ്യകർമ്മങ്ങളെല്ലാം ചെയ്ത് ആ പുണ്യകർമ്മങ്ങളുടെ ആകെ തുകയുമായിട്ടാണ് എങ്ങോട്ട് ചെന്നത്? സ്വർഗത്തിൽ ചെന്നത്. അവിടെ ഇരുന്നിട്ട് ഇത് അനുഭവിക്കാൻ തുടങ്ങിയപ്പോ എന്താണ്? ഈ പുണ്യങ്ങള് ക്ഷയിക്കാൻ, ഉപയോഗിക്കുന്നതനുസരിച്ച് ക്ഷയിക്കുക എന്ന് പറഞ്ഞ പോലെ ഈ പുണ്യം ക്ഷയിക്കാൻ തുടങ്ങി. അങ്ങനെ ക്ഷയിച്ച് അവസാനം ചെയ്ത പുണ്യകർമ്മങ്ങളുടെ ഫലമെല്ലാം തീർന്നു. പിന്നെ അവിടെ നിൽക്കാൻ നിർവാഹമില്ല. അപ്പൊ എന്തായി? അവിടുന്ന് ചവിട്ടി പുറത്താക്കി. നേരെ എങ്ങോട്ട്? വീണ്ടും ഇങ്ങോട്ട്. അവിടെ നേരെ എങ്ങോട്ട് വന്നു? വീണ്ടും ഇവിടേക്ക് വന്നു. വീണ്ടും അവർ യാഗാദി കർമ്മങ്ങളൊക്കെ ചെയ്ത് വീണ്ടും അങ്ങോട്ട് പോയി, സ്വർഗത്തേക്ക് പോയി. വീണ്ടും സുഖമായിട്ട് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോ എന്താ? പുണ്യത്തിന്റെ ഫലം തീർന്നു. വീണ്ടും ചവിട്ടി പുറത്താക്കി. വീണ്ടും ഇങ്ങോട്ട് വന്നു. ഇങ്ങനെ നിരന്തരമായിട്ട് വന്നു. അപ്പൊ അവർക്ക് അതിന് മടുപ്പ്. പറയാകുമ്പോൾ നമുക്കും മടുപ്പ് വരുമല്ലോ. ചേട്ടാ ഇത് ശരിയാവില്ല, അങ്ങോട്ട് പോവുക, ഇങ്ങോട്ട് വരിക, വീണ്ടും അങ്ങോട്ട് പോവുക, വീണ്ടും ഇങ്ങോട്ട് വരിക, വീണ്ടും അങ്ങോട്ട് പോവുക. ഇതത്ര ശരിയായ പരിപാടിയല്ല. ഇതിനപ്പുറത്ത് വല്ലതും കിട്ടും. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി വരാത്ത ഒരു സുഖം നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കും. അങ്ങനെ കണ്ടെത്താൻ സാധിക്കുമെങ്കിൽ ആ സുഖം
എവിടെ നിന്ന് കിട്ടും? ഇതായി അടുത്ത ചിന്ത. നമ്മൾ നോക്കണേ നമ്മുടെ ആൾക്കാരുടെ. അങ്ങനെ അവര് ഉപാസനാകാന്ഡത്തിൽ നിന്ന് അടുത്തതിലേക്ക് പോയി, ജ്ഞാനം. അതുകൊണ്ട് ഈ ഉപാസനാകാന്ഡത്തിലാണ് തേ തം ഭുക്വാ സ്വർഗലോകം വിശാലം ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. ഭഗവത്ഗീതയിൽ 9-ാം അധ്യായത്തിൽ പറയുന്നതാ. ഭഗവത്ഗീതയിലെ 9-ാം അധ്യായത്തിൽ തേ തം ഭുക്വാ സ്വർഗലോകം വിശാലം ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. തേ അവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൂർവികർ എന്നർത്ഥം. സകാമകർമ്മങ്ങൾ ചെയ്തവർ അല്ലെങ്കിൽ പുണ്യകർമ്മങ്ങൾ ചെയ്തവർ. തം വിശാലം സ്വർഗലോകം, ആ വിശാലമായ സ്വർഗലോകത്തെ ഭുക്വാ ഭുജിച്ചിട്ട് പുണ്യേ ക്ഷീണേ, പുണ്യം തീർന്നപ്പോൾ, പുണ്യം ക്ഷയിച്ചപ്പോൾ മർത്യലോകം വിശന്തി, മർത്യലോകത്തിലേക്ക് തിരിച്ച് വരുന്നു. ഇത് ഭഗവത്ഗീതയിലും പറഞ്ഞു വെച്ചിരിക്കുന്നു, ഗീതയിൽ ആചാര്യം പറഞ്ഞു. അപ്പൊ ഈ പോക്ക് വരവ്, ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോവുക, അവിടുന്ന് ചവിട്ടി പുറത്താക്കുക, തീരുമ്പോൾ വീണ്ടും ഇവിടുന്ന് എന്ത് ചെയ്യുക, വിസ എടുത്തിട്ട് അങ്ങോട്ട് പോവുക, അവിടെ ചെന്നിട്ട് വിസയുടെ കാലാവധി കഴിയുമ്പോൾ എന്ത് ചെയ്യുക, വീണ്ടും നാട്ടിലേക്ക് വരിക, വീണ്ടും വിസ പുതുക്കിയിട്ട് അങ്ങോട്ട് പോവുക. അപ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത് എന്ത്, സ്ഥിരമായ ഒരു വിസ കിട്ടാൻ എന്താ മാർഗം? അത് അവിടുത്തെ എന്ത് വേണം, നമ്മള് നേറ്റിവിറ്റി കിട്ടിയാൽ മതി. അവിടുത്തെ നേറ്റിവിറ്റി കിട്ടിക്കഴിഞ്ഞാൽ സ്ഥിരമായ സുഖം കിട്ടും. എന്നാൽ പിന്നെ അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചുകൂടെ, ഇല്ലേ എന്ന് പറഞ്ഞതുപോലെ എന്താ ഇവിടെ ഈ പോക്കുവരവുകൊണ്ട് തൃപ്തിപ്പെടാതെ വന്ന സമയത്ത് അവരെന്താണ്, അടുത്ത മാർഗത്തെ കുറിച്ചിട്ട് ചിന്തിച്ചു. അങ്ങനെ അവർ അടുത്ത മാർഗത്തേക്ക് കടന്നാണ് ജ്ഞാനമാർഗം. അപ്പോ കർമ്മ മാർഗം, അതിനുശേഷം ഉപാസനാ മാർഗം, അതിലും തൃപ്തി വരാഞ്ഞിട്ട് അവരെന്ത് ചെയ്യുന്നു, അടുത്ത മാർഗം ജ്ഞാന മാർഗത്തിലേക്ക് പ്രവേശിക്കും. അതാണ് വേദാന്തം. അങ്ങനെയാണ് വേദാന്ത ദർശനത്തിന്റെ ആവിർഭാവം. അങ്ങനെ നിത്യവും നിരതിശയവുമായ സുഖം അനുഭവിക്കുവാനുള്ള മാർഗം അവർ വേദാന്തത്തിലൂടി കണ്ടെത്തി. വേദാന്ത മാർഗത്തിലൂടെ അവരത് കണ്ടെത്തി, നമ്മുടെ പൂർവികരായിട്ടുള്ള ആൾക്കാർ. അങ്ങനെ മനുഷ്യന് ആനന്ദം അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ട്, ആനന്ദം അഥവാ നിത്യമായ സുഖം പ്രാപിക്കുവാൻ അറിയേണ്ട എല്ലാ കാര്യങ്ങളും എവിടെ, വേദാന്തത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു. അപ്പൊ അവര് നോക്കിയപ്പോൾ ആ ദർശനത്തിൽ അല്ലെ വേദാന്ത ദർശനത്തിലേക്ക് കടന്നപ്പോൾ അവർക്ക് മനസ്സിലായി എന്താ, നിത്യവും നിരതിശയവുമായ, എല്ലാ നിലനിൽക്കുന്നതും നാശമില്ലാത്തതും അതിശയിക്കുവാൻ നിരതിശയം, അതിശയത്തിന് അതിശയോക്തിക്കും അപ്പുറം നിരതിശയകരവുമായ സുഖം അനുഭവിക്കുവാനുള്ള മാർഗം എവിടെയാണ്? അത് ജ്ഞാനമാണ് എന്നവര് മനസ്സിലാക്കി. അങ്ങനെ അവരെന്താണ്, ദൃശ്യമായ ഈ പ്രപഞ്ചത്തെയും അതേപോലെ ജീവന്റെയും സൃഷ്ടികർത്താവായ ഈശ്വരന്റെയും സത്യാവസ്ഥ എന്താണ് എന്ന് അവർ അന്വേഷിച്ച് കണ്ടെത്തി. അപ്പൊ ഇത്രയും നാൾ നോക്കിയത് എന്താണ്? ജഗത്ത്, ജീവൻ, ഈശ്വരൻ, ഈ 3 കാര്യങ്ങളാണ്. ജഗത്തിനെ ആദ്യം നമ്മൾ എന്താണ് ജയിച്ചു, അതുകൊണ്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി. അതാണ് കർമ്മകാണ്ഡം. അതിനുശേഷം അവരെന്താണ്, ഈ ജഗത്തിനെ സൃഷ്ടിച്ചതായ ഈശ്വരൻ. അപ്പോ ജഗത്ത്, ജീവൻ, ഈശ്വരൻ, ആ ഈശ്വരനെ കീഴടക്കി ആ ലോകത്ത് എത്തും, അതിലും തൃപ്തി വരാം. അപ്പൊ ഈ ജഗത്ത്, ജീവൻ, ഈശ്വരൻ, ഇതിന്റെ സത്യാവസ്ഥ എന്താണ്, ഇതെല്ലാം എന്താണ് സത്യത്തിൽ എന്നുള്ള അന്വേഷണമാണ് എന്ത്, ജ്ഞാനം. അപ്പൊ ഇത് 3നെയും അറിയുക. ഇത് 3ഉം വേറെയല്ല, ഇത് 3ഉം ഒന്നാണ്, ഒന്നിന്റെ വിവിധ രൂപങ്ങൾ തന്നെയാണ് എന്നുള്ള തലത്തിലേക്കായി അവരുടെ അന്വേഷണം. അതാണ് ജ്ഞാനം, വേദാന്തം എന്നൊക്കെ പറയുന്ന ജ്ഞാനത്തിന്റെ ഭാഗം. അങ്ങനെ അവര് ഈ ദൃശ്യമായ പ്രപഞ്ചവും അതിന്റെ ദൃഷ്ടാവായ ഈശ്വരനും ജീവനും ഇതിനെക്കുറിച്ചുള്ള ഗവേഷണത്തിലേക്ക് ഏർപ്പെട്ടു. അങ്ങനെ അവർ കണ്ടെത്തി, ബ്രഹ്മസത്യം ജഗത് മിഥ്യ ജീവോ ബ്രഹ്മൈവ നാ പരാ. അവർ കണ്ടെത്തിയത് ബ്രഹ്മസത്യം ജഗത് മിഥ്യ ജീവോ ബ്രഹ്മൈവ ന പരാ. ജഗത്തിൽ കാണുന്നതെല്ലാം അനിത്യവും അസത്യവുമാണ്, ആത്മാവ് മാത്രമാണ് സത്യം എന്നവർ കണ്ടെത്തി. മനസ്സിലായോ? ബ്രഹ്മസത്യം ജഗത് മിഥ്യ ജീവോ ബ്രഹ്മൈവ ന പരാ. എന്താ, ജഗത്തിൽ കാണുന്നതെല്ലാം അനിത്യമാണ്, പിന്നെന്താ, ആത്മാവ് മാത്രമാണ് സത്യം എന്നവര് ഉറപ്പിച്ചു. ആ സത്യത്തിലേക്ക് അവർക്കെത്തി. ചാന്തോഗ്യോപനിഷത്തിൽ പറയുന്നു, സർവം കലിതം ബ്രഹ്മ. ചാന്തോഗ്യോപനിഷത്തിൽ പറയുന്നതാണിത്, സർവം കലിതം ബ്രഹ്മം. കാണപ്പെടുന്ന പ്രപഞ്ചം മുഴുവൻ സത്യത്തിൽ ബ്രഹ്മം തന്നെയാണ്. ഈ കാണപ്പെടുന്നതായ ഈ പ്രപഞ്ചം മുഴുവൻ സത്യത്തിൽ ബ്രഹ്മം തന്നെയാണ്, അല്ലാതെ മറ്റൊന്നല്ല. സർവം കലിതം ബ്രഹ്മം എന്ന് ചാന്തോഗ്യോപനിഷത്ത് പറയും. എന്താ അതിന്റെ അർത്ഥം? നമ്മുടെ കണ്ണുകൾക്കും ഉണ്ട്, നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൃശ്യം, ഈ ദൃശ്യ വസ്തുക്കൾ മുഴുവൻ, ഈ വൈവിധ്യമാർന്ന
ഈ ദൃശ്യവസ്തുക്കൾ മുഴുവൻ എന്താണ്? ഒരേ ഒരു ചൈതന്യത്തിന്റെ വിവിധ രൂപങ്ങളാണ്. ഒരേ ഒരു ചൈതന്യത്തിന്റെ വിവിധ രൂപങ്ങളാണ്. എപ്രകാരം? സ്വർണം കൊണ്ട് പലവിധമായ ആഭരണങ്ങൾ ഉണ്ടാക്കുന്ന പോലെ. സ്വർണം കൊണ്ട് നമ്മൾ മാലയുണ്ടാക്കുന്നു, വളയുണ്ടാക്കുന്നു, കമ്മലുണ്ടാക്കുന്നു, പാദസരം ഉണ്ടാക്കുന്നു, അരഞ്ഞാണം ഉണ്ടാക്കുന്നു, ഇനി മോതിരം ഉണ്ടാക്കുന്നു, മൂക്കുറ്റി ഉണ്ടാക്കുന്നു, ദെൻ വിഗ്രഹം വരെ ഉണ്ടാക്കുന്നു സ്വർണം കൊണ്ട്. പക്ഷെ ഇതെല്ലാം എന്താണ്? സ്വർണം എന്ന് പറയുന്നത് ഒരേ ഒരു വസ്തുവാണ്. പക്ഷെ അതുകൊണ്ട് ഉണ്ടാക്കപ്പെട്ടതായ വസ്തുക്കളോ അതെല്ലാം വ്യത്യസ്തങ്ങളുമാണ്. ബ്രഹ്മം എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്വർണം എന്ന് പറയുന്ന വസ്തു കൊണ്ടുണ്ടാക്കിയ അനേകം പദാർത്ഥങ്ങൾ പോലെ ബ്രഹ്മം എന്ന് പറയുന്നതായ പദാർത്ഥം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള അനേകമായ കാര്യങ്ങൾ ആണെന്ത്? ഈ കാണായതെല്ലാം എന്ന് മനസ്സിലായോ? അപ്പോ ഈ ലോകം മുഴുവൻ ബ്രഹ്മത്താലാണ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് എന്ന ചിന്ത. അതാണെന്ത്? സർവം കലിതം ബ്രഹ്മം. അതേപോലെ തന്നെ മാണ്ഡൂക്യോപനിഷത്തിൽ പറയുന്നു അയമാത്മാ ബ്രഹ്മ. മാണ്ഡൂക്യോപനിഷത്തിലെ വാക്യമാണ് എന്താ? അയമാത്മാ ബ്രഹ്മ. ഈ ആത്മാവ് ബ്രഹ്മം തന്നെയാവുന്നു. നേരത്തെ പറഞ്ഞ ഈ കാണപ്പെടുന്ന പ്രപഞ്ചം ബ്രഹ്മമാണ്. അതാണ് ഏത്? നേരത്തെ പറഞ്ഞിരുന്നു. ഓർമ്മ വേണേ, ഈ സൂത്രങ്ങളെല്ലാം ഒരർത്ഥമാണെങ്കിലും വിഷയം ഈകരിക്കുന്നത് വേറെയാണ്. ഈ സർവം കലിതം എന്ന് പറയുമ്പോൾ കാണപ്പെടുന്ന പ്രപഞ്ചം ബ്രഹ്മമാണ് എന്ന് പറയും. ഇപ്പൊ രണ്ടാമത്തിൽ അയമാത്മാ ബ്രഹ്മ. ഈ ആത്മാവ് വെച്ചാൽ എന്റെ ഉള്ളിലിരിക്കുന്നതായ ഈ ആത്മാവ് അതും ബ്രഹ്മം തന്നെയാണ്. അപ്പൊ നേരത്തെ പറഞ്ഞു ഈ കാണുന്ന ജഗത്ത് ബ്രഹ്മമാണ് എന്ന് പറഞ്ഞു ഇല്ലേ? ഒരു ഉപനിഷത്ത് വാക്ക് എന്താണ്? ഈ കാണായ ജഗത്ത് ബ്രഹ്മമാണ്. രണ്ടാമത്തെ ഉപനിഷത്ത് എന്താണ്? എന്റെ ഉള്ളിൽ ഉള്ളതായ ഈ ജീവൻ അഥവാ ആത്മാവ് എന്ന് പറയുന്നത് അതും എന്ത് തന്നെയാണ്? അതും ബ്രഹ്മം തന്നെയാണ്. അപ്പൊ രണ്ടും വേറെ വേറെയാണോ? ഈ ജഗത്തും ഞാനും വേറെയാണോ? അല്ല, രണ്ടും ബ്രഹ്മമാണ്. അപ്പൊ അയമാത്മാ ബ്രഹ്മ. ഈ ആത്മാവ് ബ്രഹ്മം തന്നെയാകുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഈ ശരീരത്തെ ഞാൻ എന്ന് വിളിക്കുന്ന ഈ ശരീരം സത്യത്തിൽ ഞാൻ എന്ന് വിളിക്കുന്നത് ഈ ശരീരത്തെയാണോ? അല്ല, ഈ ശരീരത്തിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ചൈതന്യത്തെയാണ് സത്യത്തിൽ എന്ത് ഞാൻ എന്ന് വിളിക്കുന്നത്. അതേ ചൈതന്യം തന്നെയാണ് അവിടെ ഈ പ്രപഞ്ചമാകെ നിറഞ്ഞു നിൽക്കുന്നത് എന്ന് കാണാം. അപ്പൊ പുറത്തുള്ള ബ്രഹ്മവും അകത്തുള്ള ബ്രഹ്മവും അകത്തുള്ള ബ്രഹ്മവും എന്ത് തന്നെയാണ്? ഒന്ന് തന്നെയാണ്. അത് രണ്ടല്ല, രണ്ടും ഒന്ന് തന്നെയാണ് എന്നാണ് ഈ രണ്ട് ഉപനിഷത്ത് വാക്യങ്ങളിലൂടെ പറയുന്നത്. ഇതിനെ തിരിച്ചറിയുകയാണ്, അല്ലെങ്കിൽ ഈ സത്യത്തെ അറിയാതിരിക്കുന്നതിന് പറയുന്ന പേരാണ് ദുഃഖം. ഈ സത്യത്തെ അറിയാതിരിക്കുന്ന അവസ്ഥയാണ് എന്ത്? ദുഃഖം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്താ ദുഃഖമുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ അകത്തും എന്റെ പുറത്തുമുള്ളത് ഒരേ ബ്രഹ്മമാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നില്ല. പകരം എന്താ? എന്റെ അകത്തുള്ളത് ഒരു ബ്രഹ്മമാണെന്നും പുറത്തുള്ളത് വേറെ ബ്രഹ്മമാണ് എന്നുമാണ് ഞാൻ അറിയുന്നത്. അതുകൊണ്ട് ഈ അവിദ്യ അഥവാ അജ്ഞാനം, ഈ അജ്ഞാനമാണ് എന്ത്? ദുഃഖത്തിന്റെ കാരണം. അപ്പൊ എന്താ? ശരിയായ ജ്ഞാനത്തിൽ, അതായത് ശരിയായ ജ്ഞാനം, വിവേകം കൊണ്ട് എന്താണ് നമുക്ക് ഈ ദുഃഖത്തെ ഇല്ലാതാക്കി. ഇങ്ങനെയാണ് നമ്മുടെ പൂർവികർ ചിന്തിച്ചത്. നമുക്ക് വിവേകത്തിലൂടെ ഈ ഇല്ലാതാക്കി. ഇപ്പൊ നമുക്കുള്ളത് എന്താണ്? അജ്ഞാനമാണ്. കാരണം എല്ലാത്തിനും ഞാനും നിങ്ങളും വേറെ വേറെയാണെന്നും എന്റെ ഉള്ളിലുള്ള ചൈതന്യവും പ്രപഞ്ചത്തിലുള്ള ചൈതന്യവും വേറെയാണെന്നും ഈ ലോകം വേറെയാണെന്നും ഒക്കെയാണ് നമ്മളിപ്പോൾ എന്നിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് എല്ലാത്തിനെയും കാണുന്നത്. അതാണ് ദുഃഖത്തിന്റെ കാരണം എന്നാണ് ഇവിടെ പറഞ്ഞത്. അതുപോലെ സർവവ്യാപിയായ നമ്മൾ നോക്കുക ഇവിടെ ഉദാഹരണം. അപ്പൊ ഇതാണ് നമ്മളെ പാമ്പ്. ഈ ഇരുട്ടത്ത് കയറിനെ കണ്ട് പാമ്പാണെന്ന് തെറ്റിദ്ധരിക്കുന്നത് പോലെ ഇരുട്ടത്ത് നമ്മൾ നടക്കുമ്പോൾ ഒരു കയറിന്റെ മുകളിൽ ചവിട്ടിയിട്ട് അത് വഴുക്കിയപ്പോൾ, അത് പുളഞ്ഞപ്പോൾ, അത് അവിടെ കിടന്ന് ചുരുണ്ട് കൂടിയപ്പോൾ, അത് നമ്മുടെ ദേഹത്തേക്ക് ചുരുണ്ട് വീണപ്പോ നമ്മൾ എന്ത് ചെയ്യുന്നു? പേടിച്ചു വിറയ്ക്കുകയാണ്. എന്താ? പാമ്പ് പോലെ. കാരണം എന്താ? നമ്മൾ മുമ്പ് പാമ്പിനെ കണ്ടിട്ടുണ്ട്. പാമ്പ് എങ്ങനെയൊക്കെയാണെന്ന് നമുക്കറിയാം. അതിന്റെ രൂപം എങ്ങനെയൊക്കെയാണെന്ന് അറിയാം. അത് ഇരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം. അപ്പോൾ ഈ കയറിന്റെ മുകളിൽ ചവിട്ടിയപ്പോൾ ഏതാണ്ട് അതുപോലെയുള്ള പ്രതീതിയാണ് നമുക്കുണ്ടായത്. അത് തന്നെയല്ല, അത് കിടന്ന് പൊളഞ്ഞു. കയറിന്റെ മുകളിൽ ചവിട്ടിയാൽ എന്താ? അത് കിടന്ന് ഉരുളും. കയറല്ലേ? അത് ഉരുളുമ്പോ എന്ത് ചെയ്യും? അതിങ്ങനെ ചുരുളും. അപ്പൊ ഇതെല്ലാം എന്താണ്? പാമ്പ് പോലെ തന്നെ ഉള്ള പ്രകൃതമാണ് നമുക്ക് കാണാൻ പറ്റിയത്. അപ്പൊ നമ്മൾ അതിനെ എന്തായിട്ട് കരുതി? അത് പാമ്പാണ് എന്ന് കരുതി. അപ്പൊ ആ കയറിൽ പാമ്പിനെ ആരോപിച്ചു. കയറിൽ പാമ്പിനെ ആരോപിച്ചതോടുകൂടി എനിക്ക് എന്തുണ്ടായി? ഭയം ഉണ്ടായി, ദുഃഖം ഉണ്ടായി. ഇല്ലേ? ഭയവും ദുഃഖവും എങ്ങനെയാവുന്നേ? കയറിൽ പാമ്പിനെ ആരോപിച്ച സമയത്തുണ്ടായതാണ്. എന്നാൽ നമുക്ക് കുറച്ച് കഴിഞ്ഞപ്പോ എന്താണ്? വെളിച്ചം വന്നപ്പോ ആ കയറിനെ നമ്മൾ തിരിച്ചറിഞ്ഞു. ഇത് കയറാണ് എന്ന് തിരിച്ചറിഞ്ഞു. ആ കയറാണെന്ന് തിരിച്ചറിയുന്നതോടുകൂടി പിന്നെ ആ വഴിക്ക് പോകാൻ നമുക്ക് പേടിയുണ്ടോ? ഇല്ല.
ഇനി കയറാണെന്ന് തിരിച്ചറിയുന്നില്ലെങ്കിൽ പിന്നീട് ആ വഴിക്ക് നമ്മൾ സ്വസ്ഥതയോടുകൂടി പോവോ? ഇല്ല, പേടിച്ച് 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 വിറച്ച് ആയിരിക്കും നമ്മൾ പോവുക. ടോർച്ച് പഠിച്ച് നമ്മുടെ കൂടെ വേറെ ആരെങ്കിലും ഒക്കെ പിടിച്ച് ഒരു പത്തനം പിടിച്ചോണ്ടായിരിക്കും നമ്മൾ പോവുക. കാരണം എന്താ? പേടി. എന്നാൽ ആ കയറിനെ നമ്മൾ എന്ന് തിരിച്ചറിയുന്നു, അന്നെന്താ? ഭയമില്ലാതെ, വെളിച്ചമില്ലാതെ, വഴിയില്ലാതെ നമുക്ക് പോകാൻ സാധിക്കും. എന്തുകൊണ്ട്? എന്ന് പറഞ്ഞതുപോലെ ഏതൊരു കാലത്താണോ നിങ്ങൾ ഈ സത്യത്തെ തിരിച്ചറിയുന്നത്, അന്ന് നിങ്ങളുടെ ദുഃഖം തീരും എന്നാണ്. അതുപോലെ സർവവ്യാപിയായ ബ്രഹ്മത്തെ അറിയാതെ ജഗത്തും ജീവനും എന്താണ്? ജഗത് അറിയാതെ ജഗത്തായി ജീവനായി, ആ ബ്രഹ്മത്തെ ജഗത്തായിട്ടും അതേപോലെ തന്നെ അതേ ബ്രഹ്മത്തെ ജീവനായും തെറ്റിദ്ധരിക്കുന്നതാണ് ദുഃഖത്തിന് കാരണം. ഈ സർവവ്യായ ബ്രഹ്മത്തെ കാണുന്നതിന് പകരം, ഈ എന്നിലും പുറത്ത് നിറഞ്ഞു നിൽക്കുന്ന ബ്രഹ്മം ഒന്ന് തന്നെയാണ് എന്ന് തിരിച്ചറിയുന്നതിന് പകരം, എന്റെ ഉള്ളിലുള്ളത് ജീവനാണെന്നും പുറത്തുള്ളത് ജഗത്ത് പ്രപഞ്ചം ആണെന്നും അത് ബ്രഹ്മത്തിൽ നിന്ന് ഭിന്നമാണ് എന്നും ഉള്ള തോന്നലാണ് എന്ത്? ദുഃഖത്തിന്റെ കാരണം. അപ്പൊ ആ അജ്ഞാനം നീക്കിയാൽ എന്തുണ്ടാവും? നമുക്ക് സുഖം കിട്ടും. അതിന് ആത്മാവിനെയും അനാത്മാവിനെയും നമുക്ക് എന്ത് വേണം? തിരിച്ചറിയാൻ സാധിക്കണം. നമുക്ക് ആത്മാവിനെയും ആത്മാവിനെയും അനാത്മാവിനെയും തിരിച്ചറിയണം. ആത്മാവിനെയും അനാത്മാവിനെയും തിരിച്ചറിയുമ്പോഴാണ് എന്ത്? നമുക്ക് ആ ഭയം മാറുക. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് ആത്മാവിന്റെ ധർമ്മങ്ങൾ അനാത്മാവിലും അനാത്മാവിന്റെ ധർമ്മങ്ങൾ ആത്മാവിലും ആരോപിക്കുന്നു. ഇല്ലേ? ആത്മാവിന്റെ ധർമ്മം ആരിൽ ആരോപിക്കുന്നു? അനാത്മാവ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആരാണ്? ഞാൻ ശരീരമാണ്. അപ്പൊ ആത്മാവിന്റെ ധർമ്മം എവിടെ ആരോപിച്ചു? ശരീരത്തിൽ ആരോപിച്ചു. ഇല്ലേ? ഇപ്പൊ ഞാൻ മനോജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുന്ന എന്താണ്? ഈ മൊട്ടത്തലയൻ വെള്ള വസ്ത്രം ഇട്ട് ഊശാൻ താടിയായിട്ട് മൊട്ടത്തലയനായിട്ടിരിക്കുന്ന ഒരുത്തൻ. ഇതല്ലാതെ നിങ്ങൾക്ക് മനോജിനെ കാണാൻ പറ്റും? കാണാൻ പ്രയാസം. കാരണം എന്താ? ഈ നാമരൂപത്തിലാണ് നിങ്ങൾ ആരെ കണ്ടിരിക്കുന്നത്? മനോജിനെ കണ്ടിരിക്കുന്നത്. അപ്പൊ എന്താ? അനാത്മാവിൽ ആത്മാവിനെ ആരോപിച്ചു. പിന്നെ ആത്മാവിലോ അനാത്മാവിനെ ആരോപിക്കും. മനസ്സിലായി? അതേപോലെ നേരെ തിരിച്ചിട്ട് ഇപ്പോ ശരീരത്തിൽ ആത്മാവിനെ പറയുന്നു, അനാത്മാവിന്റെ ധർമ്മങ്ങളോ ആത്മാവില് ആരോപിക്കുകയാണ്. അനാത്മാവിന്റെ ധർമ്മങ്ങൾ ആത്മാവിലും ആത്മാവിന്റെ ധർമ്മങ്ങൾ അനാത്മാവിലും ആരോപിച്ച് അതിനെ അധ്യാസം എന്നാ പറയുക. പിന്നീട് ആ ടൈം നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ പറയുന്നതിന് പറയുന്ന വേദാന്തത്തിൽ പറയുന്ന പേരാണ് അധ്യാസം. അധ്യാസ അപവാദങ്ങൾ കൊണ്ട് ജീവനെയും ബ്രഹ്മത്തെയും തിരിച്ചറിയണമെന്നാണ് വേദാന്തം പറയുന്നത്. അതിന് അധ്യാസ അപവാദം എന്നാണ് പറയുക. അധ്യാസവും അപവാദവും. പക്ഷെ ആ ടേമാണത്. അതിൽ അധ്യാസം എന്ന് പറയുന്നതാണ് എന്താണ്? ഒന്നിന്റെ വിശേഷം മറ്റൊന്നിൽ ആരോപിക്കുക. അതിനാണ് അധ്യാസം എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ നമ്മൾ അനാത്മാവിന്റെ ധർമ്മങ്ങൾ ആത്മാവിൽ ആരോപിക്കുന്നു. അനാത്മാവിൻ്റെതായ ധർമ്മം, അനാത്മാവിന്റെ ധർമ്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഇപ്പൊ ഞാൻ ചെയ്യുന്നു, ഞാൻ നടക്കുന്നു, ഞാൻ രുചിക്കുന്നു, ഞാൻ കഴിക്കുന്നു, ഞാൻ തിന്നുന്നു എന്നൊക്കെ പറയുകയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം പിന്നെ ഐസ്ക്രീമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഐസ്ക്രീമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആത്മാവിൻ്റെതാണോ അനാത്മാവിൻ്റെതാണോ? അനാത്മാവിൻ്റെതാണ്. പക്ഷെ എവിടെ ആരോപിക്കുന്നത്? ആത്മാവിലാണ് ആരോപിക്കുന്നത്. മനസ്സിലാവുന്നു? കാരണം ആത്മാവിന് ഇഷ്ടം അങ്ങനെ പ്രത്യേകിച്ച് അനിഷ്ടങ്ങളൊന്നുമില്ല. അപ്പൊ പിന്നെ ആത്മാവിന്റെ ഞാൻ അനുഭവിക്കുന്നത് ആത്മാവ് അനുഭവിക്കുന്നു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അവിടെ എന്തോ ഒരു കുഴപ്പമുണ്ട്. ആ കുഴപ്പം നമ്മൾ പഠിച്ചാലേ മനസ്സിലാവുള്ളൂ. എന്തോ ഒരു കുഴപ്പമുണ്ട്. അതേപോലെ തന്നെയാണ് എന്ത്? ആത്മാവിന്റെ അനാത്മാവിലും ആരോഗ്യം. ആത്മാവിന്റെ എന്താണ്? ശാശ്വതമായ സുഖമാണ് അവൻ ചിന്തിക്കുന്നത്. പക്ഷെ ചെയ്യുന്നതോ നമ്മൾ ആഗ്രഹിക്കുന്ന താൽക്കാലികമായ പ്രക്രിയകൾ അല്ലെങ്കിൽ വസ്തുനിഷ്ഠമായ സുഖത്തിന്റെ പിന്നാലെയുള്ള യാത്ര, അതോ അത് ആത്മാവിന്റെ വിഷയമാണ്? അല്ല. ആത്മാവ് അതല്ല. ആത്മാവ് മോക്ഷമാണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ പുരുഷാർത്ഥമാണ് ആത്മാവ് ആഗ്രഹിക്കുന്നത്. അല്ലാത്ത ഒന്നും ആത്മാവ് ആഗ്രഹിക്കുന്നുമില്ല. എങ്ങനെ? ആത്മാവിൻ്റെത് അനാത്മാവിലും അനാത്മാവിൻ്റെത് ആത്മാവിലും. അനാത്മാവിൻ്റെ എന്ന് പറയുമ്പോൾ നശ്വരമായ സുഖം അത് എവിടെ? ആത്മാവിൽ ആരോപിക്കും. എന്നാൽ ആത്മാവിൻ്റെതായ ശാശ്വതമായ സുഖം എവിടെ ആരോപിക്കുന്നു? ഇങ്ങനെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും. ഇങ്ങനെ ഈ അധ്യാസം എന്ന് പറയും. ഈ വ്യത്യാസത്തെ നമ്മൾ തിരിച്ചറിയുക തന്നെ വേണം. അതുകൊണ്ട്
ഈ ദുഃഖമെല്ലാം ഉണ്ടാകുന്നത് ദേഹവും ഇന്ദ്രിയവും മനസ്സും എല്ലാം ആത്മാവാണെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ സകല ദുഃഖത്തിന്റെയും കാരണം നമ്മളുടെ ഈ ശരീരവും അതിലിരിക്കുന്നതായി മനസ്സും ഇന്ദ്രിയങ്ങളും എല്ലാം ആത്മാവാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നു. അതാണ് എന്ത്? അത് അനാത്മാവാണ്. അതില് ആത്മാവിനെ ആരോപിച്ചിരിക്കുക. തെറ്റിദ്ധരിക്കുന്നത് കാരണം എന്താ? അതാണ് ദുഃഖത്തിന്റെ കാരണം. കാരണം നമുക്ക് ഈ ശരീരമില്ലാതെ എന്നെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുമോ? ഇപ്പൊ പത്മയുടെ ഈ രൂപമില്ലാതെ പത്മയെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുമോ? ചിന്തിക്കാൻ പ്രയാസമാണെന്ന് അർത്ഥം. എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ യഥാർത്ഥത്തിൽ ചൈതന്യരൂപിയായ ആത്മാവും ജഡസ്വരൂപമായ ദേഹാദികളും തമ്മിൽ വെളിച്ചവും ഇരുട്ടും പോലെ ബന്ധമുണ്ടാവുന്നില്ല എന്ന് തിരിച്ചറിയും. അങ്ങനെ എന്താണ്? ചൈതന്യവും അതേപോലെ തന്നെ ജഡവും തമ്മിൽ എന്താണ്? ഇരുട്ടും വെളിച്ചവും പോലെയാണ് എന്ന് തിരിച്ചറിയണം. അവ തമ്മിൽ ബന്ധം എന്ന് പറയുന്നത് എന്താണ്? അസംഭവ്യമാണ്, സംഭവിക്കാൻ സാധിക്കാത്തതാണ്. ഇരുട്ടും വെളിച്ചവും ഒരുമിച്ച് വരിക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അസംഭവ്യമാണ്. ഇരുട്ട് വന്നാൽ വെളിച്ചം പോകും, അല്ലെങ്കിൽ വെളിച്ചം വന്നാൽ ഇരുട്ട് പോകും. രണ്ടും ഒരുമിച്ചില്ല എന്നുള്ളതുപോലെ അസംഭവ്യമാണ്, സംഭവിക്കാൻ കഴിയാത്തതാണ് എന്ന് നമ്മൾ അറിയണം. ആ ബോധത്തെ എന്താണ്? അപ്പൊ ഈ വിവേകം, ഈ ആത്മാവ് എന്താണെന്നും അനാത്മാവ് എന്താണെന്നും എന്നുള്ള ആ തിരിച്ചറിവ്, അതിനെ അറിയുക എന്നുള്ള അതിനെ അറിയാൻ സഹായിക്കുന്ന ഗ്രന്ഥമാണ് നമ്മൾ പഠിക്കുവാൻ പോകുന്ന അനാത്മ വിവേകം. ഈ പറഞ്ഞതായ കാര്യങ്ങൾ എന്താണ് ഈ ആത്മാവെന്നും എന്താണ് അനാത്മാവും എന്ന് തിരിച്ചറിഞ്ഞാൽ ആത്മാവിനെ കുറിച്ചും അനാത്മാവിനെ കുറിച്ചിട്ടുമുള്ള പഠനമാണ് എന്ത്? അനാത്മ വിവേകം എന്ന് പറയുന്ന ഈ ഗ്രന്ഥം. ഇത് രചിച്ചത് ശങ്കരാചാര്യ സ്വാമികളാണ്. അദ്ദേഹം ധാരാളം ഗ്രന്ഥരചനകൾ നടത്തിയിട്ടുണ്ട്. വലിയ വലിയ ഗ്രന്ഥരചനകൾക്ക് ശേഷം അദ്ദേഹം ഈ ജിജ്ഞാസ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട്, സാധാരണക്കാരിൽ ജിജ്ഞാസ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ പ്രകരണ ഗ്രന്ഥങ്ങളെല്ലാം എഴുതിയിട്ടുള്ളത്. അതുകൂടാതെ ഈ അദ്വൈതത്തിലേക്ക് ഒരു സാധാരണക്കാരനെ കൈപിടിച്ചുയർത്താനും അത് മനസ്സിലാക്കാൻ, ഈ വേദാന്ത ദർശനങ്ങൾ മനസ്സിലാക്കുവാനുള്ള ഗ്രാഹ്യം, അതിനുള്ള അറിവ് ഉണ്ടാക്കുവാനും വേണ്ടി രചിച്ചതായ ഗ്രന്ഥങ്ങളാണ് പ്രകരണ ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്ന. അനേകം പ്രകരണ ഗ്രന്ഥങ്ങളിലുണ്ട്. അതിലൊന്നാണ് നമ്മൾ മുമ്പ് ചർച്ച ചെയ്ത തത്വ ബോധം. അതിൽ ഒന്ന് തന്നെയാണ് ഈ അനാത്മ വിവേകം എന്ന് പറയുന്നത്. ഇത് വിവേക ചൂടാമണിയിൽ പറയുന്ന ഒരു ഭാഗമാണ്. വിവേക ചൂടാമണിയിൽ പ്രതിപാദിക്കുന്ന ഒരു ഭാഗമാണ് അനാത്മ വിവേകം. അപ്പൊ ഇത് വിവേക ചൂടാമണിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഈ വിഷയം പഠിച്ചാലാണ്, വിവേക ചൂടാമണി പഠിക്കണമെങ്കിൽ നമുക്ക് എന്താണ് ഈ വിഷയം പഠിക്കണം. ഈ വിഷയം പഠിച്ചാലാണ് വിവേക ചൂടാമണി ഇതിലേക്ക് കയറാനും അത് മനസ്സിലാക്കാനും നമുക്ക് സാധിക്കണമെങ്കിൽ ഈ ഗ്രന്ഥം നമുക്ക് പഠിക്കേണ്ടതുണ്ട് എന്ന്. അതാണ് ഇതിന്റെ ഉള്ളടക്കം എന്താണെന്ന് നോക്കിയിട്ട് നമുക്ക് തൽക്കാലം ഇന്ന് അവസാനിപ്പിക്കും. ഈ ഗ്രന്ഥത്തിന്റെ ഒരു ഉള്ളടക്കം എന്താണെന്ന് നോക്കാം. ഇതിന്റെ ഉള്ളിൽ അപ്പൊ ഇതിന്റെ പ്രധാന ലക്ഷ്യം ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതിന്റെ പേരിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ആത്മാവ് അനാത്മാവ് ഇവയെ തിരിച്ചറിയാനുള്ള വിവേചനം. അതാണ് ഈ ഗ്രന്ഥത്തിന്റെ ഉള്ളടക്കം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് എന്തൊക്കെ കാര്യങ്ങളെയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്? ഒന്ന്, ആത്മാവ്. എന്താണ് ആത്മാവ്? അപ്പൊ എന്താ? മാറ്റമില്ലാത്തത്, ജനനമരണങ്ങളില്ലാത്തത്, സച്ചിദാനന്ദ സ്വരൂപമായിട്ടുള്ളത്, സാക്ഷിയായിട്ടുള്ളത്, ചൈതന്യ രൂപമാണ് ആത്മാവ്. ഇതാണ് ഒരു കാര്യം. അത് ഇന്നതാണ്. ആത്മാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മാറ്റമില്ലാത്തതാണ്, ജനനമരണങ്ങളില്ലാത്തതാണ്, സച്ചിദാനന്ദ സ്വരൂപമാണ്, അത് സാക്ഷി സ്വരൂപമാണ്, ചൈതന്യമാണ് എന്ന പഠനമാണ് ഇതിൽ ആത്മാവിനെ സംബന്ധിച്ച് ഉള്ള പഠനം. രണ്ട്, അനാത്മാവ്. ശരീരം, ഇന്ദ്രിയം, മനസ്സ്, ബുദ്ധി എന്നിവ കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നതും നശിക്കുന്നതും ആണ് എന്ന് ബോധ്യപ്പെടുന്നു നമ്മളെ. ഈ പറയുന്നതായ കാര്യങ്ങൾ, ശരീരമായാലും മനസ്സായാലും ഇന്ദ്രിയമായാലും ബുദ്ധിയായാലും ഇവയെല്ലാം കാലത്തിനനുസരിച്ച്, കാലം മാറുന്നതനുസരിച്ച് മാറുന്നതും. കാരണം നമുക്കറിയാം, 5 വയസ്സും 10 വയസ്സും 15 വയസ്സ് 20 വയസ്സ് 50 വയസ്സൊക്കെ ആയപ്പോൾ നമ്മുടെ അവസ്ഥ നമുക്കറിയാം അല്ലേ? അങ്ങനെ കാലത്തിനനുസരിച്ച് മാറുന്നതാണെന്നും നശിക്കുന്നതാണ് എന്നും ഉള്ള അറിവിനെ നമുക്ക് ഇതിലൂടെ കിട്ടും. അതാണ് അനാത്മാവ്. പിന്നെന്താണ്? ശരീരത്രയം. സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം. ഈ കാണുന്ന, നമ്മൾ ഈ പറഞ്ഞതായ, നമ്മൾ ഞാനെന്ന് പറയുന്ന ഈ അല്ലെങ്കിൽ ഞാൻ ആത്മാവെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നതായ ഈ ശരീരം എന്താണ്? അത് ശരീരത്രയങ്ങളാണ്. അതിനെ സ്ഥൂലമെന്നും സൂക്ഷ്മമെന്നും കാരണമെന്നും മൂന്നായിട്ട് നമുക്ക് തിരിക്കുവാൻ വേണ്ടി കഴിയുന്നു. ഈ മൂന്നും എന്തല്ല?
ആത്മാവ് അല്ല. പിന്നെയോ ഈ ശരീരത്തെ ഉണ്ടാക്കിയിരിക്കുന്നതായ 5 കോശങ്ങൾ തൈത്തിരീയോപനിഷത്തിൽ പറയുന്നതായ അന്നമയ, പ്രാണമയ, മനോമയ, വിജ്ഞാനമയ, ആനന്ദമയ കോശങ്ങളും ആരല്ല? ഞാൻ അല്ല, ആത്മാവ് അല്ല, അതിനപ്പുറമാണ് ആത്മാവ്. അതേപോലെ തന്നെ അവസ്ഥകൾ ഈ 3 ശരീരത്തിലും പിന്നെ സ്ഥൂല ശരീരത്തിലും സൂക്ഷ്മ ശരീരത്തിലും കാരണ ശരീരത്തിലും ഇരിക്കുന്നതായ ജാഗ്രത അവസ്ഥ, സ്വപ്നാവസ്ഥ, സുഷുപ്തി അവസ്ഥ എന്ന് പറയുന്നത് അതും ഞാനല്ല. അതും ഞാനല്ല. പിന്നെന്താ? സാക്ഷി മാത്രമാണ് ഞാൻ. ഈ 3 അവസ്ഥകളിലും ഉള്ള സാക്ഷി സ്വരൂപമാണ് ഞാൻ. ഈ 3 അവസ്ഥയും ആരല്ല? ഞാനല്ല. അവസാനം തത്വമസി എന്ന് പറയുന്ന മഹാവാക്യം, ജീവാത്മാ പരമാത്മാവ്, ജീവാത്മാവും പരമാത്മാവും ഒന്നാണ് എന്ന തത്വമസി എന്ന് പറയുന്ന ഒരു ആപ്തവാക്യത്തിലൂടെ സമാപിക്കുകയാണ്. ആ ഒരു തത്വത്തെ പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തെ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഈ പുസ്തകത്തിലെ പ്രതിപാദ്യമായ വിഷയം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പുസ്തകത്തിലൂടെ പഠിക്കുവാൻ വേണ്ടിയിട്ടുള്ളത്. ഈ കാര്യങ്ങളാണ് നമ്മൾ അടുത്ത ക്ലാസ് മുതൽ നമുക്ക് ഈ വിഷയങ്ങൾ, ഇതിലെ ഓരോരോ ശ്ലോകങ്ങളെ, ഇതിനകത്ത് ഈ ശ്ലോകങ്ങളുടെ എണ്ണം ഉണ്ടോ നോക്കട്ടെ. 36 ശ്ലോകങ്ങളാണുള്ളത്. ഈ 36, 36 അല്ല, 37, 38, 39, 40 ശ്ലോകങ്ങളാണ്. ഈ 40 ശ്ലോകങ്ങളെ നമ്മൾ ഓരോരോ ശ്ലോകങ്ങളായിട്ട് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം, ചർച്ച ചെയ്യും. ഇന്ന് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. ശരി, ഇതിലെന്തെങ്കിലും സംശയമുണ്ടോ? പറഞ്ഞ വിഷയത്തിൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഈ വിഷയം ഓരോ ശ്ലോകം മുതൽ അടുത്ത ആഴ്ച മുതൽ ഇതേ സമയം, എല്ലാ ഞായറാഴ്ചകളിലും രാത്രി 8 മണി ഇതാണ് എൻ്റെ ഒരു സമയത്ത് നമുക്ക് കയറാൻ കഴിയും. നമ്മളുടെ ഗ്രൂപ്പുകളിൽ അതിൻ്റെ ലിങ്കുകളും കാര്യങ്ങളും കിട്ടുന്നുണ്ടാവും. അതിലൂടെ നിങ്ങൾക്ക് ഈ ക്ലാസ്സിലേക്ക് പങ്കെടുക്കാം, ജോയിൻ ചെയ്യാം. ചോദിക്കാനില്ല അല്ലേ? എഴുതിയിട്ടുള്ളത് ആണ്. ഇതിനകത്തിൽ അതിനെ ആത്മാവിനെ കുറിച്ച് വിശദമായി പറയുന്നു, അനാത്മാവിനെ കുറിച്ച് വിശദമായി പറയുന്നു, ശരീരത്രയങ്ങളെ കുറിച്ച് പറയുന്നു, അവസ്ഥാത്രയങ്ങളെ കുറിച്ച് പറയുന്നു, പഞ്ചകോശങ്ങളെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നു. ദെൻ ആദ്യം നമ്മൾ തുടങ്ങിയതായ സർവം ബ്രഹ്മം അഥവാ തത്വമസി എന്ന് പറയുന്ന മഹാവാക്യത്തെ കുറിച്ചും പ്രതിപാദിക്കും. ഇത്രയാണ് ഇതിനകത്തിലുള്ള വിഷയം. സംശയമൊന്നുമില്ലല്ലോ? ചോദിക്കാനൊന്നുമില്ലല്ലോ? സാറേ, ഈ നമ്മൾ ഈ സ്വർഗത്തെ പറ്റിയൊക്കെ ആരാധിക്കാൻ തുടങ്ങുന്നതിന് വേണ്ടി ആരാധന എന്ന് പറഞ്ഞിരുന്നല്ലോ നമ്മൾ ഈശ്വരാരാധന എന്നൊക്കെ വന്നത്. ഉപാസന അതിലുണ്ടായതാണ്. ഈശ്വരാരാധനയ്ക്ക് അതിൽ നിന്നുണ്ടായത്, ഉപാസനയിൽ നിന്ന്. അതായത് പ്രപഞ്ച ശക്തികൾ ആരാണ് ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയത്? അവർ ചിന്തിച്ചു, പ്രപഞ്ചത്തെ കീഴ്പ്പെടുത്തിയിട്ട് കാര്യമില്ല. അവർ പ്രപഞ്ചത്തെ കീഴ്പ്പെടുത്തി നോക്കി. ഈ ജ്യോതിശാസ്ത്രം ഉൾപ്പെടെയുള്ള, കാമശാസ്ത്രം ഉൾപ്പെടെയുള്ള സകല ശാസ്ത്രങ്ങളും മനസ്സിലാക്കിയതിനു ശേഷം എന്ത് ചെയ്ത്, ഇതൊന്നും പറ്റുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അതിന് കാരണക്കാരൻ ഈശ്വരൻ ആണ് എന്നുള്ളതാണ് അവരുടെ ചിന്ത പോയത്. അങ്ങനെയാണ് രണ്ടാമത്. എന്താണ്? ഈ സൃഷ്ടിക്ക് സകലതും കാരണം ആരാ? ഈശ്വരനാണ്. അങ്ങനെയാണ് ഈശ്വരനെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ എന്തായി? സർവ്വസുഖവും കിട്ടുമെന്നായി ചിന്ത. അങ്ങനെയാണ് ഈശ്വര പൂജകൾ ആരംഭിക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കിയാൽ പൂർവ്വകാലത്ത് നമുക്ക് വേദ കാലഘട്ടത്തിൽ നോക്കുമ്പോൾ പ്രകൃതി പൂജ ഉണ്ടായിരുന്നത്. പ്രകൃതിയെ ആരാധിക്കുന്ന രീതിയുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ പർവ്വതങ്ങൾ ദേവന്മാരായിട്ടും നദികൾ ദേവിമാരായിട്ടും പിന്നെ പ്രകൃതി, വായു, അഗ്നി, ജലം ഇതൊക്കെ ഈശ്വരന്മാരായത് അങ്ങനെയാണ്. ഏത്? കർമ്മകാണ്ഡത്തിലാണ്. അവിടെ എന്താണ്? പ്രപഞ്ചമാണ് ആരാധനാമൂർത്തിയായിട്ട് വന്നത്. അതിനുശേഷം ഉപാസനയിലേക്ക് വന്നപ്പോൾ പ്രപഞ്ച കാരണക്കാരനായി ഈശ്വരനെ കുറിച്ച് ചിന്തിക്കുകയും ഈശ്വരന്മാർ, ദേവീദേവന്മാർ ഉപാസനാമൂർത്തികളായിട്ടും. മനസ്സിലായോ? ഇതാണ് ആ ഡെവലപ്മെന്റ്സ്. അവിടെയും തൃപ്തി വരാനപ്പോഴാണ് മനസ്സിലായത്. അപ്പൊ ഈ പറഞ്ഞ പ്രപഞ്ചം എങ്ങനെയുണ്ടായി, ജീവൻ എങ്ങനെയുണ്ടായി, ഈശ്വരന്മാർ എങ്ങനെയുണ്ടായി എന്നുള്ള ചിന്ത വന്നപ്പോഴാണ് മനസ്സിലായി ഇതെല്ലാം ബ്രഹ്മമാണെന്ന് മനസ്സിലായത്. അതാണ് ഡെവലപ്മെന്റ്സ്. ആ അവസാനത്തെ ചിന്തയാണ് എന്ത്? ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പൊ വേദത്തെ എടുത്താൽ നമുക്ക് 3ആയിട്ട് കാണാം. വേദത്തിന് കർമ്മകാണ്ഡമുണ്ട്, ഉപാസനാകാണ്ഡമുണ്ട്, ജ്ഞാനകാണ്ഡമുണ്ട്. മനസ്സിലായില്ലേ? ഈ എല്ലാ വേദത്തിലും എല്ലാ ഉപനിഷത്തിലും ഈ 3 ഭാഗങ്ങളും ഉണ്ട്. അപ്പൊ അതിൽ ജ്ഞാനഭാഗമാണ് നമ്മുടെ ചർച്ചാ വിഷയം എന്നാണ്. നമ്മൾ ഇന്ന് കാണുന്ന ആരാധനയല്ലേ അങ്ങനെ തന്നെ രൂപം കൊണ്ടത് കേട്ടോ.
ഇന്ന് നിലനിൽക്കുന്നതായ ഈ ആരാധനാ സമ്പ്രദായങ്ങളെല്ലാം ഈ ഉപാസനാ ഖണ്ഡത്തിലൂടെ വികസിച്ചു വന്നതാണ്. ഉപാസനാ മാർഗത്തിലൂടെ വികസിച്ചു വന്ന. നമ്മളിപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണ്, അതിന്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോയിട്ടില്ലെന്നേ ഉള്ളൂ. ആചാര്യന്മാർ അത് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ എവിടെ നിൽക്കുക? ഭഗവാന് കൊണ്ടുപോയി കാണിക്കയിട്ട് ഒരു വഴിപാട് നടത്തി കഴിഞ്ഞാൽ പുള്ളി എല്ലാം നോക്കിക്കോളൂ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോഴും ഇരിക്കും. അതും വേണ്ടാന്നല്ല കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപാസന ഖണ്ഡത്തിൽ മാത്രം ഉപാസനയിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കൊക്കെ ഈ മതഭ്രാന്തുള്ളത്. ഉപാസന വിട്ട് ജ്ഞാനത്തിലേക്ക് പോയാൽ പിന്നെ മതഭ്രാന്ത് തീരും. ഉപാസന ഉള്ളതുകൊണ്ടല്ലേ മതഭ്രാന്തുള്ളത്. നിങ്ങൾ എന്റെ മതമാണ് ശരിയെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഉപാസനാകാണ്ഡത്തിൽ കിടക്കുന്നുണ്ടാ. ജ്ഞാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? എല്ലാ ഈശ്വരന്മാരും ഒന്നാണെന്നാണ്. അത് വരുമ്പോൾ മതഭ്രാന്ത് തീർന്നു. കാരണം എന്താ? സകല ദേവന്മാരെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടില്ല. അത് ക്രിസ്തുവായിട്ടായാലും നബിയായിട്ടായാലും കൃഷ്ണനായിട്ടായാലും കാളിയായിട്ടായാലും കാണാൻ എന്താ നമുക്ക് മടിയില്ല. കാരണം എന്താ? സകലതും ഒന്നാണ് എന്ന ബോധ്യം. സർവം ബ്രഹ്മമയ. അതെ. അപ്പൊ പിന്നെ ഭ്രാന്ത് പോവും. ഭ്രാന്തിന്റെ കാരണം എന്താ? ഇതാണ്. വേറെ വിദ്യ കണ്ടിട്ട് കുറെ കാലമായാലും വിദ്യയെ കുറെ കാലങ്ങൾക്ക് ശേഷം വിദ്യ വീണ്ടും പോകാൻ കാണിക്കാൻ വന്ന സമയം കിട്ടാറില്ല. ഈ സമയം ഒക്കെയാണ്. എനിക്ക് മാത്രമേ സമയമുള്ളൂ ഇല്ലേ? രാത്രി മറ്റേ US ആൾക്കാർക്ക് രാത്രിയല്ല രാവിലെ. അപ്പൊ അവർക്ക് ക്ലാസ് ഉണ്ട് രാത്രിയാകുമ്പോ. അപ്പൊ അവരൊന്നും ഇല്ല. സാറ് വരും വിചാരിച്ചിട്ട് ടൂറിന് ജോയിൻ ചെയ്ത സാറ് പറ്റിച്ചു. പക്ഷെ എൻജോയ് ചെയ്തില്ലേ? അതാണ്. അപ്പൊ ശരി, നമുക്ക് വീണ്ടും കാണാം. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷകൃതോ വന്ദേ ഭഗവന്തോ പുനഃ പുനഃ ഈശ്വരോ ഗുരുരാത്മീതി മൂർത്തിഭേദവിഭാഗിനി വ്യോമോദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാ. എല്ലാവർക്കും ഗുരുക്കന്മാരുടെ കടാക്ഷം സദാ ഉണ്ടാവട്ടെ. ശുഭരാത്രി സർ. താങ്ക് യു സർ. ശുഭരാത്രി. താങ്ക് യു സർ. താങ്ക് യു സർ. Thank you, sir. Thank you, sir. താങ്ക് യു സർ. Thank you, sir.